വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫാഷൻ ലോകത്ത് വിസ്മയം തീർത്ത സുന്ദരനായ ഒരു കൊച്ചുമിടുക്കനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശിയായ ജാസിം ഹമദാണ് ആളിപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആളോട് തന്നെ ചോദിക്കാം, മോനെ, അപ്പോൾ ഇതിനോടകം 8ഓളം ഷോകൾ ചെയ്ത് കഴിഞ്ഞു, 7 എണ്ണത്തിൽ ടൈറ്റിൽ വിൻ ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു ഫാഷൻ വേൾഡിലേക്ക് കടന്നു വന്നത്? ആദ്യമായി ഞാൻ തൃശ്ശൂരാണ്. എൻ്റെ പാപ്പയുടെ ഒരു കൂട്ടുകാരൻ്റെ ഷോയ്ക്കാണ് ആദ്യമായി ചേരുന്നത്. ആ ഷോയിൽ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് വാക്ക് ചെയ്യുന്നുണ്ട്, ഇനിയും ഷോയ്ക്ക് എന്നെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഹാപ്പി, കാരണം വെച്ചാൽ എന്നെ പറ്റി എല്ലാവരും നല്ലത് തന്നെ പറഞ്ഞു കേട്ടു. പിന്നെ ഫസ്റ്റ് ഷോയ്ക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വാപ്പച്ചിയും പറഞ്ഞു ഇറക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫാഷൻ ലോകത്തേക്ക് ആദ്യമായിട്ട് കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഫാഷൻ ഡയറക്റ്റായിട്ട് പോകുമായിരുന്നു? അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് ഡിസൈനർ ഷോയിൽ വാപ്പാടെ കൂട്ടുകാരൻ്റെ അടുത്ത്. ഏത് ഷോയിലാണ്? ഡിസൈനർ ഷോയിലാണ്. ഓക്കെ. അപ്പോൾ എത്ര ഡിസൈനർ ഷോ ചെയ്തിട്ടുണ്ട്? ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 അത്ര ചെയ്തിട്ടുള്ളൂ. 3-4 ഡിസൈനർ ഷോയ്ക്ക് ശേഷമാണ് പിന്നെ പാജന്റ് വന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ആദ്യമായിട്ട് ചെയ്തത് ഇതുപോലെ ടൈറ്റിൽ വിൻ ചെയ്തത്? ട്രിവാൻഡ്രം കസ്റ്റാലിയ ഇവന്റ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊറിയോഗ്രാഫർ ആയാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ എൻ്റെ ഒപ്പം കണ്ടസ്റ്റൻസിൻ്റെ ഒരു അമ്മമാരും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഫാഷൻ വേൾഡിലേക്ക് കടന്നു വരും എന്ന്? ഇല്ല, ഒട്ടും വളരെ പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത് അല്ലേ? അതെ. ഓക്കെ, അപ്പം എങ്ങനെയാ ഇപ്പം സ്കൂളിൽ പോകുന്നുണ്ട്, പഠനവും അതിനൊപ്പം തന്നെ ഇതെല്ലാം കൂടെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ആക്ച്വലി ടീച്ചേഴ്സും സിസ്റ്ററൊക്കെ നല്ല സപ്പോർട്ടാണ്. എക്സ്പെഷ്യലി സിസ്റ്റർ. ഇപ്പം മുടങ്ങുമ്പോൾ ആയാലും സിസ്റ്റർ പറയും നീ പോയിക്കോളാം എന്ന് പറയും. പിന്നെ ടീച്ചേഴ്സ് ആയാലും സപ്പോർട്ട് ചെയ്യും. എൻ്റെ ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഫ്രണ്ട്സ് ആയാലും. ഫ്രണ്ട്സൊക്കെ എന്താ പറയുന്നത് ഇങ്ങനെ ഷോയ്ക്കൊക്കെ പങ്കെടുത്തിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ? ഫ്രണ്ട്സൊക്കെ പൊളി, അടിപൊളി എന്നൊക്കെ പറയും. അവർക്ക് ഭയങ്കര അഭിമാനമായിരിക്കും അല്ലേ? ഇപ്പൊ 7 എണ്ണം പങ്കെടുത്തു, ടൈറ്റിൽ വിൻ ചെയ്തു. അതിനുശേഷം 1 എണ്ണം ഫസ്റ്റ് റണ്ണർ അപ്പൊ ഈ കോമ്പറ്റീഷനിലെല്ലാം പോകുമ്പോ ടൈറ്റിൽ വിൻ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹത്തോടു കൂടി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതെ, അതിന്റെ ഉപരി ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ ഫാദറാണ്. ഫാദർ എല്ലാത്തിനും ഒപ്പം ഉണ്ടല്ലേ? അതിപ്പോ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ വീട്ടിലുള്ള ഇപ്പം സിസ്റ്റേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും ഉമ്മയുടെ ഒക്കെ ആണെങ്കിലും എങ്ങനെ അവരുടെയൊക്കെ ഒരു സമീപനം? എല്ലാവരും വീട്ടിലെ എല്ലാവരും സപ്പോർട്ടാണ്. എൻ്റെ സിസ്റ്റർ ആയാലും എൻ്റെ മദർ ആയാലും ഒക്കെ സപ്പോർട്ടാണ്. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th സ്റ്റാൻഡേർഡ്. 7th പഠിക്കുന്നത്. 13 വയസ്സേ ഉള്ളൂ അല്ലേ? അപ്പം ഈ UP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കളറൊക്കെ ചെയ്ത് ഇങ്ങനെ നീട്ടി വളർത്തിയൊക്കെ സ്കൂളിൽ പോകാൻ പറ്റുമോ? ആക്ച്വലി അത് ഞാൻ 4ാം ക്ലാസ് തൊട്ട് ആദ്യമായിട്ട് കളർ ചെയ്യുന്നത് 4ാം ക്ലാസ്സിലാണ്. അപ്പം ഞാൻ LP കാരണം ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞില്ല, കുട്ടിയല്ലേ. പിന്നെ UP ആയപ്പോൾ കുറേ പേര് പറഞ്ഞു ജാസിം മാത്രം എന്താ ഹെയർ കളർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചർക്ക് പറഞ്ഞു ടീച്ചറെ മോഡലിങ്ങിൽ ഞാൻ നോക്കുന്നുണ്ട്, അപ്പം അത് കാരണമാണ് ഇങ്ങനെ ഇപ്പോൾ കളർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു അല്ലേ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ? അപ്പൊ കൂട്ടുകാർക്കൊക്കെ അങ്ങനെ ഒരു അസൂയൊക്കെ തോന്നിട്ടുള്ളൂ, ഞങ്ങള് മാത്രം നോർമലി വരുന്നു, ജാസിം മാത്രം കളർ ചെയ്തു മുടി വളർത്തിയൊക്കെ വരുന്നു, അങ്ങനെ കൂട്ടുകാരും എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരോട് എന്ത് മറുപടി പറയും? ഞാന് പറയും എടാ അത് ഇപ്പൊ മോഡലിങ്ങിന്റെ ഇപ്പൊ നോക്കുന്നുണ്ട് അത് കാരണമാണ് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇവരെന്താ പറയുന്നേ? അവര് തമാശക്കെന്ന് വിചാരിച്ചിരുന്നേ. പിന്നെ ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് വന്നപ്പോഴേക്കും മനസ്സിലായത്. ടീച്ചർക്കായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ മനസ്സിലായിരിക്കും. അപ്പൊ പിന്നെ എല്ലാരും സെറ്റ് ആയല്ലേ? അപ്പൊ സ്കൂളിന്റെ കാര്യം, നമ്മൾ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു, ടീച്ചേഴ്സിന്റെ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു, ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മാത്രം പറഞ്ഞില്ല, അപ്പൊ പറഞ്ഞു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ എങ്ങനെ ആ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണോ? ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ വേറെ സ്കൂളിനെ പറ്റിയൊന്നും വേറെ നീ ചിന്തിക്കണ്ട അല്ലേ? അവിടെ ഏത് ക്ലാസ് വരെ ഉണ്ട്? അവിടെ 10th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്. അപ്പൊ പ്രിൻസിപ്പളൊക്കെ എന്താ പറയുന്നത് സ്കൂളിലെ? പ്രിൻസിപ്പളൊക്കെ നല്ല സപ്പോർട്ടാണ്, വളരെയധികം സപ്പോർട്ടാണ് അവരൊക്കെ. അപ്പൊ ഇങ്ങനൊരു അവരുടെ സ്കൂളിലെ സ്റ്റുഡന്റ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് മോഡലിങ്ങിനൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ എതിർപ്പുകളൊന്നും ഇല്ല? ഇല്ല, ആക്ച്വലി ഇപ്പൊ മോഡലിങ് ഇപ്പൊ സാറ്റർഡേ സൺഡേ ആയിരിക്കും. പിന്നെ മൺഡേ ആക്ച്വലി ക്ഷീണം കൊണ്ടൊക്കെ മുടങ്ങും അത് മാത്രം. പക്ഷെ സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനും വലിയ താല്പര്യമായിരിക്കും അല്ലേ? പിന്നെ ഓക്കെ. അപ്പം ആദ്യമായിട്ട് എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യമായിട്ടൊരു ഷോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈനർ ഷോ ആണെങ്കിലും ഫസ്റ്റ് ഇനി ഒരു കരിയറിലേക്ക് കടക്കുന്നത് എപ്പോഴാണ്? 2024. 2024. അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇപ്പൊ ഒരു 7 ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 2024 ഏത് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്?
മെയ് പേജന്റ് മെയ്ക്ക് വന്നേ. ഡിസൈനർ ഷോ ചെയ്ത് ഓൾമോസ്റ്റ് ജനുവരി ആ ടൈമിൽ കയറിയിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ഇതിനോടകം മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്? തൃശ്ശൂർ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, കൊച്ചിയിൽ ഇപ്പൊ 2 ഷോ ചെയ്തിട്ടുണ്ട്, പിന്നെ പൂനെ, തമിഴ്നാട്, ബാംഗ്ലൂര്. ഓക്കെ. അപ്പൊ നാഷണൽ ലെവലിൽ എത്ര ടൈറ്റിലാണ് വിൻ ചെയ്തിട്ടുള്ളത്? നാഷണൽ ലെവലിൽ 2 പ്രാവശ്യം പോയിട്ട് 2 പ്രാവശ്യം തന്നെ കിട്ടി. പോയ 2 തവണയും നാഷണൽ ടൈറ്റിൽ വിന്നർ ആണ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ പൂനെയിലും മുംബൈയിലും ബാംഗ്ലൂരും ഒക്കെ പോയെന്ന് പറഞ്ഞില്ലേ? എവിടേക്കാ എക്സാക്ട്ലി പോയിട്ടുള്ള? എവിടേക്കാ? പൂനെയിലും ബാംഗ്ലൂരും തമിഴ്നാട്ടിലും. ഓക്കെ. അപ്പൊ പൂനെയിലും ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ഒക്കെ പോയി. അപ്പൊ ഈ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോയിട്ട് ഈ 3 സ്ഥലങ്ങളിൽ നിന്നും ഒരു മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? അവരെല്ലാരെയും ഫ്രണ്ട്ഷിപ്പ്, പിന്നെ നല്ലൊരു സപ്പോർട്ടാണ്. ഞാനിപ്പോ ആക്ച്വലി ഞാൻ മലയാളിയെ കാരണം ലാംഗ്വേജിന്റെ പ്രശ്നം വരാറുണ്ട്, അത് വെച്ച് പിന്നെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ എന്റെ വാപ്പച്ചില്ല കുഴപ്പമില്ല. എല്ലായിടത്തും പോകുമ്പോ വാപ്പച്ചയും കൊണ്ടാണോ പോകുന്നത്? എല്ലായിടത്തും വാപ്പച്ചിന്റെ. വാപ്പച്ചില്ലാതെ ഇതുവരെ എങ്ങും പോയിട്ടില്ല. അപ്പൊ ഉമ്മാനെ കൊണ്ടുപോകാറില്ല കൂടെ? ഉമ്മച്ചിന് ആക്ച്വലി എന്റെ അനിയത്തിയുള്ള കാരണം അവിടെ ക്ലാസ് മോട്ടുള്ള കാരണം ഉമ്മച്ചി വരാറില്ല. ഇപ്പൊ തൃശ്ശൂരും ഒക്കെ വന്നിട്ടുണ്ട്. തൃശ്ശൂര് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ പൂഞ്ഞിലും നാട്ടിലൊന്നും വന്നിട്ടില്ല, ലോങ്ങോ ആണ്. പിന്നെ അനിയത്തിയുടെ ക്ലാസ്സൊക്കെ പോകാറുണ്ട്, വന്നിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഷോസ് ചെയ്തു അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റിയിൽ നിൽക്കുക, നല്ല പോപ്പുലർ ആണ്. അപ്പം എങ്ങനെയാ, ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ടോ മോന്? ഷോ ചെയ്ത് വരുമ്പോ ഒരുപാട് പേര് പറയാറുണ്ട്, നന്നായി എന്നൊക്കെ പറയാറുണ്ട്, നല്ല ടാലന്റ് ഉണ്ടെന്ന് പറയാറുണ്ട്, നല്ല ആറ്റിറ്റ്യൂഡാന്ന് പറയാറുണ്ട്, എന്നൊക്കെ പറയാറുണ്ട്. ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് നമ്പർ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ഗേൾസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രഷോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ചേച്ചിമാരും എന്നൊക്കെ കോണ്ടാക്ട് നമ്പേഴ്സ് വാങ്ങാറുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ കുറെ പേര് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് അവിടെ നിന്നുള്ളത്. ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ തന്നെ? ക്ലാസ്സിൽ പഠിക്കുന്നവര്, പിന്നെ ഷോയിൽ വെച്ച് പരിചയപ്പെട്ടവരും. ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഓക്കെ. അപ്പൊ ഈ ഷോയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആവില്ലേ ഇതിന്? അപ്പൊ ആ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്ന? ആരാണ് അതൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പൊ ആക്ച്വലി ഇപ്പൊ തായ്ലൻഡിൽ പോണതിന്റെ ഭാഗമായി ഒരു 4 lakh എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ മാക്സ് കമ്പനി ഇല്ലേ, മാക്സ് കമ്പനി ഒന്ന് ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോൺസറായിട്ട്. ഓക്കെ. അപ്പൊ ഈ ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ തന്നെയാണോ അപ്പൊ ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്? അതെ. അപ്പൊ ഇനിയിപ്പോ പോകുന്ന, അതായത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നതിനുള്ള ഷോയുടെ ചെലവാണ് ഈ പറഞ്ഞ 4 ലക്ഷം? അതെ. ഓക്കെ. അപ്പോൾ ഇതിനോടകം 8 മത്സരങ്ങൾ കഴിഞ്ഞു, 7 ടൈറ്റിൽ വിൻ ചെയ്തു. അപ്പൊ മുന്നോട്ട് ഈ ഒരു കരിയർ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനാണോ മോന് ഇഷ്ടം? അതെ, ഇങ്ങനെ പോകാനാണ് ആഗ്രഹം. ഇങ്ങനെ പോകാനാണ് ആഗ്രഹം. അപ്പൊ ഇനി അടുത്ത ഷോ എപ്പോഴാണ്, എവിടെയാണ്, എന്തിന്, നാഷണൽ ആണോ ഇന്റർനാഷണൽ ആണോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നെക്സ്റ്റ് ഷോ ഇനി ഇപ്പൊ ഇന്റർനാഷണൽ ആണ്. ഈ മാസം 19-ാം തീയതി ഇപ്പൊ ഫ്ലൈറ്റ് കയറും. പിന്നെ അവിടെ തായ്ലൻഡിലാണ് ഷോ. അവിടെ പോയി ഫസ്റ്റ് മേടിച്ചിട്ട് വരും. ഫസ്റ്റ് മേടിക്കാൻ ആഗ്രഹം, ഇന്ത്യക്ക് വേണ്ടി പോകുന്നതാണ്. ഇന്ത്യനെ വിജയിപ്പിച്ചിട്ട് വരണം, അതാണ് ആഗ്രഹം. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണോ ഇപ്പൊ പോകാൻ പോകുന്നത്? ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണോ? അതെ. ഓക്കെ. അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ടോ അതിന്റെ? ഉണ്ട്. അപ്പൊ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഫാഷൻ ഷോ കോമ്പറ്റീഷന് പോവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ജാസിം. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ പോയി ജയിച്ചിങ് പോരും കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.